നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ഥലപരിമിതിയിലും കൃഷിയിൽ 100 മേനി വിജയം. വഴികാട്ടിയായി കോതമംഗലത്തെ കർഷകൻ. 6 സെന്റിൽ വളരുന്നത് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ. മതിയായ ഡോക്ടർമാരും ജീവനക്കാരുമില്ല. ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രി പ്രവർത്തനം താളം തെറ്റുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന് വലയുന്നത് നിർധനരായ ജനങ്ങൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 7 സ്കൂളുകൾ ഹൈടെക്കായി. ഉദ്ഘാടനം നാളെ. അന്താരാഷ്ട്ര നിലവാരത്തിൽ 92 ക്ലാസ് മുറികൾ. അറ്റകുറ്റപ്പണിക്കായി പാലക്കാട് പുലാമന്തോൾ പാലം അടച്ചു. ഗതാഗത നിരോധനം 1 മാസത്തേക്ക്. കാസർകോട്ടെ സിന്ധുവിന് അഭിമാന നിമിഷം. ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യൻ. 16 വർഷത്തെ ശ്രമത്തിനൊടുവിൽ സ്വന്തം സ്ഥാപനം യാഥാർത്ഥ്യം. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ആവശ്യത്തിന് ജീവനക്കാരില്ലാതായതോടെ താളം തെറ്റിയിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം. ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സാഹചര്യത്തിലും പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ലെന്നാണ് പരാതി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉപ്പുതറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണ്. ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതും ആവശ്യത്തിന് മരുന്നില്ലാത്തതുമാണ് പ്രവർത്തനത്തെ ബാധിച്ചത്. മെഡിക്കൽ ഓഫീസർ അടക്കം 2 ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ. 50 കിടക്കകളുള്ള ആശുപത്രിയിൽ OP പോലും പ്രവർത്തിക്കാനാകാത്ത സ്ഥിതിയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക്, തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു രോഗി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണം. 400ഓളം രോഗികളാണ് ഓരോ ദിവസവും OPയിൽ ചികിത്സ തേടിയെത്തുന്നത്. രാവിലെ എത്തുന്ന രോഗികൾ ഉച്ചകഴിഞ്ഞും കാത്തുനിൽക്കേണ്ട അവസ്ഥ. സിവിൽ സർജൻ ഉൾപ്പെടെ 7 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. എന്നാൽ 4 പേർ മാത്രമാണ് മുൻപും ഇവിടെ എത്തിയിരുന്നത്. നിലവിൽ ഇതിൽ 2 പേർ ലീവിലാണ്. 12 ആദിവാസി കുടികളിലെയും പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും നിർധന ജനങ്ങളുടെ ചികിത്സ ഉപ്പുതറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ചാണ്. ചികിത്സ തേടിയെത്തുന്ന 100 കണക്കിന് രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാവാത്തത് വലിയ ജനകീയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലെ ഹൈടെക് ക്ലാസ് റൂം പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യും. സ്കൂളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ചതാണ് പദ്ധതി. കഴക്കൂട്ടം മണ്ഡലത്തിലെ 7 സ്കൂളുകളിലാണ് ഹൈടെക് ക്ലാസ് റൂമുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 9,88 ലക്ഷം രൂപയാണ് ചെലവ്. 92 ക്ലാസ് റൂമുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചു. 75 ഇഞ്ച് പ്രൊഫഷണൽ LED മോണിറ്റർ, OPS കമ്പ്യൂട്ടർ, UPS, എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികൾ, മൈക്ക് വിത്ത് ഹെഡ്സെറ്റ്, എക്സിക്യൂട്ടീവ് കസേര, ബാക്ക് ട്രേ, ടീച്ചേഴ്സ് ടേബിൾ, ചെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ഓരോ ക്ലാസ് റൂമും. അത്യാധുനിക കോർപ്പറേറ്റ് ഓഫീസ് മാതൃകയിലാണ് AC ക്ലാസ് മുറികൾ സജ്ജമാക്കിയിരിക്കുന്നത്. കരിക്കകം ഗവൺമെന്റ് ഹൈസ്കൂൾ, ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂർ കോലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടേല അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ, കാട്ടായിക്കോണം ഗവൺമെന്റ് UPS എന്നിവിടങ്ങളിലാണ് ആധുനിക ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് സർക്കാർ സ്കൂളുകളിൽ ഇത്തരം സംവിധാനം ഒരുക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. കഴക്കൂട്ടത്ത് ഇപ്പോൾ 7 സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ പടിപടിയായി എല്ലാ സ്കൂളുകളിലും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. എല്ലാ ക്ലാസ് മുറികളും സജ്ജമാകുന്ന മുറയ്ക്ക് അതാത് സ്കൂളുകളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ കുട്ടികൾക്കായിട്ട് തുറന്നു. ന്യൂസ് 18 കഴക്കൂട്ടം. കാസർഗോഡ് ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായ നീലേശ്വരത്തെ സിന്ധുവിനായി ഇത് സ്വപ്ന സാക്ഷാത്കാരം. 16 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് സിന്ധു സ്വന്തമായ ഒരു സ്ഥാപനം തുറന്നത്. 16 വർഷത്തെ സ്വപ്നം, സ്വന്തമായി ഒരു സംരംഭം. സ്ത്രീകൾ അധികം കടന്നുവരാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിലാണ് സിന്ധു തന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നത്. പ്രണവം എന്ന പേരിൽ നീലേശ്വരത്തെ മൊബൈൽ സർവീസ് ഷോപ്പ് തുറന്നപ്പോൾ ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനുമായി സിന്ധു മാറി. വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ മൊബൈൽ കടയിൽ സഹായിയായി കൂടെ കൂടിയതായിരുന്നു. കണ്ടും കേട്ടും ചോദിച്ചറിഞ്ഞും കുറെയൊക്കെ പഠിച്ചു. അങ്ങനെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിനും ചേർന്നു. അധ്യാപകരുടെയും കുടുംബത്തിന്റെയും പിന്തുണയിൽ ലഭിച്ച ആത്മവിശ്വാസത്തിൽ നീലേശ്വരം കന്റോൺമെന്റ് കവലയിൽ കട തുറന്നു. ജില്ലയിലെ ആദ്യ അംഗീകൃത വനിതാ മൊബൈൽ ടെക്നീഷ്യനുമായി.
ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മൊബൈൽ ഫീൽഡ് എന്ന് പറയുന്നത്. കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ടെക്നീഷ്യൻ ഫീൽഡ് കുറച്ചും കൂടെ ടഫാണ്. നമ്മൾ മെനക്കെട്ടിരുന്ന് മൈൻഡ് കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പം കുറേ 2008 കഴിഞ്ഞ് 2024 ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, ടെക്നീഷ്യൻ വർക്ക് അറിയില്ലേ. അധികം ചോദിക്കുന്നത് വനിതകൾ തന്നെയാണ്. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വനിത ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിക്കും. സ്ത്രീകൾ കോഴ്സ് പഠിക്കാൻ എത്തുന്നുണ്ടെങ്കിലും പലരും ജോലിയിൽ പ്രവേശിക്കുന്നില്ല. മികച്ച തൊഴിലവസരങ്ങളും ഉപജീവന മാർഗവും നേടിത്തരുന്ന ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ചെറുതോ വലുതോ ആയിക്കോട്ടെ, സിന്ധുവിനെ പോലെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുന്നവർ മാതൃകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി പാലക്കാട് പുലാമന്തോൾ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. എക്സ്പാൻഷൻ ജോയിന്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനാൽ 1 മാസത്തേക്കാണ് പാലം അടച്ച് പൂർണ്ണമായും ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത്. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അറ്റകുറ്റപ്പണികളുടെ 2ാം ഘട്ടത്തിൽ എക്സ്പാൻഷൻ ജോയിന്റുകളുടെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. 1 മാസത്തേക്ക് പാലം പൂർണ്ണമായും അടച്ചിടും. എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയവ ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തേണ്ടതുണ്ട്. നിലവിൽ ജോയിന്റുകളിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഈ പ്രവൃത്തികൾക്ക് 1 മാസത്തോളം സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് പൂർണ്ണമായും പാലം അടച്ചിടേണ്ടി വരുന്നതെന്ന് PWD അധികൃതർ അറിയിച്ചു. ഇതിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കട്ടുപ്പാറ, ഇട്ടക്കടവ് പാലം, വളപുരം, പാലോളിക്കുളമ്പ് പാലം വഴി തിരിച്ചുവിടും. ന്യൂസ് 18 പുലാമന്തോൾ. ഇനി കാർഷിക കേരളം. റോഡരികിലെ മാലിന്യ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ചാലാപ്പള്ളി സ്വദേശികളായ ദമ്പതികൾ. മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കുന്ന വീടിന് മുന്നിലെ റോഡിൽ പൂന്തോട്ടം നിർമ്മിച്ചാണ് ശാന്തകുമാരി അമ്മയും വാസുദേവൻ നായരും വ്യത്യസ്തരായത്. ചാലപ്പള്ളിയിലെ വാസുദേവൻ നായരുടെയും ശാന്തകുമാരിയമ്മയുടെയും വീടിനു മുന്നിലെ റോഡരികിലാണ് ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഈ പൂന്തോട്ടം. വർഷങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ പ്രദേശമാണ് ഇന്ന് ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. റോഡരികിൽ സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി മാലിന്യം തള്ളിയതോടെയാണ് പരിഹാര മാർഗമെന്ന നിലയിൽ പൂന്തോട്ടം എന്ന ആശയം വന്നത്. ഇന്നിവിടെ ആരും മാലിന്യം തള്ളാറില്ല. ചെടികളുടെ പരിപാലനവും സംരക്ഷണവും എല്ലാം രണ്ടുപേരും ചേർന്നാണ്. റോഡരികിൽ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ കാഴ്ചക്കാരുടെയും മനസ്സ് നിറയ്ക്കും. ന്യൂസ് 18 പത്തനംതിട്ട. സ്ഥലമില്ലാത്തതിനാൽ കൃഷി ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവർക്ക് വഴി കാട്ടുകയാണ് കോതമംഗലത്തെ ഒരു കർഷകൻ. കവളമാക്കൽ ജോസ് എന്ന ഈ കർഷകൻ 6 സെന്റിൽ വിളയിച്ചെടുക്കുന്നത് വിവിധയിനം പച്ചക്കറികളാണ്. കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ 100 മേനി വിജയം നേടാം. ഇതിന് സമയവും സ്ഥലപരിമിതിയും ഒന്നും തടസ്സമല്ല. കോതമംഗലം മലയിൻ കീഴിൽ KC ജോസ് കവളമാക്കലിന്റെ 6 സെന്റ് വരുന്ന വീട്ടുമുറ്റം പച്ചക്കറികളാൽ സമൃദ്ധമാണ്. ആകെ 6 സെന്റ് സ്ഥലമാണുള്ളത്. തക്കാളി, കോളിഫ്ലവർ, കാബേജ്, വെണ്ട, മുളക്, ചെറുനാരങ്ങ, ബഡ്പ്ലാവ്, വഴുതന, കുറ്റിക്കുരുമുളക് തുടങ്ങിയവയാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. 15ഓളം കോഴികളെ വളർത്തി നാടൻ കോഴിമുട്ടയും കൂടാതെ വളവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീട് നിൽക്കുന്ന ഇടം കഴിഞ്ഞാൽ കണ്ടിടത്തെല്ലാം ജോസ് കൃഷി ഇറക്കുകയായിരുന്നു. 1 ഇഞ്ച് പോലും പാഴാക്കിയില്ല എന്നതാണ് വസ്തുത. സ്ഥലമില്ല എന്നുള്ളൊരു കാരണത്താൽ നമ്മൾ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും
ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഇതേമാതിരി നമുക്ക് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അതേമാതിരി വിഷമില്ലാത്ത ആഹാരം നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കുവാനും ഇതിൽ കൂടി നമുക്ക് സാധിക്കും. വീടിരിക്കുന്ന ഭാഗം കഴിഞ്ഞുള്ള മുറ്റത്താണ് ഗ്രോ ബാഗുകളിലും ചാക്കുകളിലുമായി കൃഷി. വീട്ടാവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. പലതവണ കൃഷിവകുപ്പിന്റെ അവാർഡ് ജോസിനെ തേടിയെത്തി. വിദേശത്തു നിന്നും കൊണ്ടുവന്ന മുന്തിരി, തക്കാളി എന്നിവ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമാണ്. വിളവെടുപ്പ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. നമ്മുടെ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ പച്ചക്കറികളും അതോടൊപ്പം തന്നെ വീട്ടാവശ്യം കഴിഞ്ഞ് പുറത്ത് വിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് വിഷരഹിതമായ പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതോടൊപ്പം തന്നെ മുന്തിരി തക്കാളി, വിദേശ രാജ്യങ്ങളിലുള്ള മുന്തിരി തക്കാളി, സാധാരണയുള്ള തക്കാളി, കുരുമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ ഉൾപ്പെടെ ഒരു വീട്ടിൽ പച്ചമുളക് ഉൾപ്പെടെ ഒരു വീട്ടിൽ ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ നാടിന് തന്നെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്കാണ് ജോസേട്ടൻ നടത്തിയിട്ടുള്ളത്. സ്ഥലമില്ല എന്ന കാരണത്താൽ കൃഷി ഒഴിവാക്കരുതെന്നും എല്ലാവർക്കും ഇതേ രീതിയിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാകണമെന്നും എല്ലാവരും ഇതേ രീതിയിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാകണമെന്നുമാണ് ജോസിന് പറയാനുള്ളത്. ന്യൂസ് 18 കോതമംഗലം. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. വിഴിഞ്ഞത്ത് ആദ്യ കടൽ വിഭവ റെസ്റ്റോറന്റ് തുറന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം ഫിഷറീസ് വകുപ്പ് നേരിട്ട് നടത്തും, പിന്നീട് KTDCക്ക് കൈമാറും. സഞ്ചാരികൾക്ക് തത്സമയം മത്സ്യവിഭവങ്ങൾ ലഭിക്കും. ഒരേ സമയം 60 പേർക്ക് ഭക്ഷണം കഴിക്കാം. ഓഖി ദുരന്തത്തിനിരയായവരുടെ ആശ്രിതരായ വനിതകളാണ് ജീവനക്കാർ. വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കാനായി കെട്ടിടത്തിനകത്തും പുറത്തും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയായി. കോഴിക്കോട് സ്വദേശിയായ രജീഷ് കരിമ്പനക്കരയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട കുടുംബങ്ങൾക്കായിരിക്കും അതിൽ പ്രഥമ പരിഗണന. ഇപ്പോൾ ഒരു കണക്ക് മത്സ്യവകുപ്പ് എടുത്തു. ഈ കാലം അത്രയുമായി മത്സ്യത്തൊഴിലാളികൾ എത്ര ആള് മത്സ്യബന്ധനത്തിന് മരിച്ചിട്ടുണ്ട്, എന്താണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതി, അവരിപ്പോൾ സാമ്പത്തികമായി എവിടെ നിൽക്കുന്നു, മരണപ്പെട്ട ഭാര്യമാരെല്ലാം, അവരുടെ മക്കള്, കുടുംബാംഗങ്ങൾ, അവരുടെ എല്ലാ അവസ്ഥ എന്താണെന്നുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങളിപ്പോൾ എടുത്തു. ചില ആളുകളൊക്കെ സാമ്പത്തികമായി മുന്നോട്ട് വന്നുവെങ്കിലും നല്ലൊരു ശതമാനം മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ വളരെ പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. 250 വീട്ടമ്മമാർക്ക് തൊഴിൽ നൽകിയിരുന്ന വയനാട് കണിയാമ്പറ്റയിലെ ഷംല ഇസ്മായിലിന്റെ സംരംഭം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. 2022 ഹർഘർ തിരങ്ക പ്രചാരണത്തിനായി തയ്യാറാക്കിയ 6.5 ലക്ഷത്തോളം ദേശീയ പതാകകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. പതാകകൾ വിറ്റഴിക്കാൻ വഴി തേടുകയാണ് ഈ വനിതാ സംരംഭക. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്നായി 7 ലക്ഷം ദേശീയ പതാകകളുടെ ഓർഡറാണ് ഷംലയുടെ സംരംഭത്തിന് ലഭിച്ചിരുന്നത്. ഉത്തരേന്ത്യയിലെ മോശം കാലാവസ്ഥ കാരണം ട്രെയിൻ എത്താൻ വൈകിയതോടെ ഷംലയ്ക്ക് നഷ്ടമായത് 1,24 ലക്ഷം രൂപയാണ്. 6.5 ലക്ഷം ദേശീയ പതാകകൾ ഇവരുടെ യൂണിറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. 7 ജില്ലേൻ്റെ വർക്ക് ഓർഡർ കുടുംബശ്രീ മുഖാന്തരമുള്ള വർക്ക് ഓർഡർ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ അവർക്ക് കൊടുത്ത ടൈം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 8 തീയതി ആകുമ്പോഴത്തേക്കും 8 മുതൽ 10 ഉള്ളിൽ ഡെലിവറി ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 12 രാത്രിയാണ് മഹാരാഷ്ട്രയിലെ പ്രളയത്തെ തുടർന്ന് നമുക്ക് 4 ദിവസം എന്താക്കി ട്രെയിൻ ലേറ്റായിപ്പോയി. 8 എത്തേണ്ടത് 12 രാത്രിയാണ് എത്തിയത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ എന്ന് വെച്ചാൽ 13 രാവിലെ ഉയർത്തുക, 15 രാത്രി താത്തുക എന്നുള്ളത്. അപ്പം ആർക്കും ഇത് എത്തിച്ചു കൊടുക്കാനും അവർക്ക് അത് സെയിലാക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ അവർ തന്ന ഫണ്ടുകളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് 1,10,00,000 രൂപ ഈ ഫ്ലാഗിൻ്റെ ഒരു പ്രൊജക്റ്റിൽ എനിക്ക് നഷ്ടമായി. സംരംഭക എന്ന നിലയിൽ വ്യവസായ മന്ത്രിയുടേതടക്കം പ്രശംസ ഏറ്റുവാങ്ങിയ ഷംലയ്ക്ക് ഇറ്റലിയിൽ നിന്നടക്കം ഓർഡറുകൾ വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത് ഏറ്റെടുക്കാനാകുന്നില്ല. ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നതടക്കം 250ഓളം സ്ത്രീകൾ ഷംലയുടെ സംരംഭത്തിന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. നേരിട്ട നഷ്ടം എങ്ങനെ നികത്തുമെന്നറിയാതെ പ്രയാസത്തിലാണിവർ. ന്യൂസ് 18 വയനാട്. ഇടുക്കി
ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. കാടിറങ്ങുന്ന വന്യത. സംസ്ഥാനത്തെ മികച്ച ആനപ്പാപ്പാനു വേണ്ടി എലഫന്റ് വെൽഫെയർ ഫോറം നൽകിവരുന്ന 10ാമത് ഗജേന്ദ്ര സേവനരത്നം പുരസ്കാരം സമ്മാനിച്ചു. തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാന്മാരായ നെന്മാറ രാമൻ, ചെമ്പൂത്ര രാജേഷ് എന്നിവർക്ക് നൽകി. റവന്യൂ മന്ത്രി കെ രാജനാണ് പുരസ്കാരം സമ്മാനിച്ചത്. 22,222 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എടക്കഴിയൂർ ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം കൊടികുത്ത നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. ആനകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെട്ട കൊടിയേറ്റ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി. തുടർന്ന് ജാറം പരിസരത്ത് തയ്യാറാക്കി നിർത്തിയ കൊടിമരങ്ങളിൽ തെക്ക് വടക്ക് വിഭാഗം കൊടികൾ ഉയർത്തിയതോടെ നേർച്ചയുടെ പ്രധാന ചടങ്ങ് പൂർത്തിയായി. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ കുറകോണത്ത് പുലിപ്പേടി. കഴിഞ്ഞ ദിവസം നാട്ടുകാരനാണ് പുലിയെ കണ്ടതായി വനം വകുപ്പിനെ അറിയിച്ചത്. കോട്ടൂർ വനമേഖലയ്ക്കടുത്തായുള്ള പ്രദേശത്താണ് പുലിയെ കണ്ടതായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ തൊഴിലാളിയാണ് പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. ഇതിന് സമീപത്തായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. പ്രദേശത്ത് കാട്ടുപന്നി അടക്കമുള്ളവയുടെ ശല്യമുള്ള പ്രദേശമാണ്. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ മാത്രമേ ക്യാമറയോ കൂടോ അടക്കമുള്ളവ സ്ഥാപിക്കൂ എന്ന് വനം വകുപ്പ് അറിയിച്ചു. അതേസമയം കാട്ടാക്കട പോലീസ് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യം അറിയിച്ചാലും വനം വകുപ്പ് കൃത്യമായി എത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 കാട്ടാക്കട. കാസർഗോഡ് ചെറുവത്തൂരിൽ ബീവറേജ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ മദ്യശാല തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിച്ച കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാല തുറന്നു പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് ബഹുജന പ്രതിഷേധം. ബിവറേജസ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ആരംഭിച്ച വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. ചെറുവത്തൂർ മദ്യശാലയെ അനുകൂലിക്കുന്ന ചെറുവത്തൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും ആൾക്കാർ പ്രകടനത്തിൽ പങ്കെടുത്തു. ചെറുവത്തൂർ റെയിൽവേ മേൽപ്പാലം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ചെറുവത്തൂരിലെ സ്വകാര്യ ബാറിന് വേണ്ടി സർക്കാർ മദ്യശാല അടപ്പിച്ചു എന്ന ആക്ഷേപമാണ് ചെറുവത്തൂരിലെ മദ്യശാല അനുകൂല പ്രതിഷേധങ്ങൾക്ക് കാരണം. ഇവിടെ CITU ചുമട്ടുതൊഴിലാളികൾ ആഴ്ചകളായി കാവൽ സമരം നടത്തിവരുന്നുണ്ട്. വിവിധ പാർട്ടി ഗ്രാമങ്ങളുടെ പേരിലും മദ്യശാലയ്ക്ക് മുൻപിൽ പ്രതിഷേധ ബാനർ ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിഷേധം. ന്യൂസ് 18 ചെറുവത്തൂർ. അറവു മാലിന്യമടക്കം പതിവായി തള്ളുന്നതോടെ ജീവിക്കാനാകാത്ത സ്ഥിതിയിലാണ് തിരുവനന്തപുരം പോത്തൻകോട് ശ്രീനാരായണപുരം നിവാസികൾ. അർദ്ധരാത്രിയിലാണ് ഇവിടെ വാഹനങ്ങളിൽ മാലിന്യം എത്തിച്ച് തള്ളുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. വിനോദസഞ്ചാര മേഖലയായ വെള്ളാണിക്കൽ പാറയിലേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് സ്ഥിരമായി മാലിന്യം തള്ളുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി അറിയിച്ചെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല. അറവ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളുന്നുണ്ട്. കാക്കയും പട്ടികളും കടിച്ചെടുത്ത് വീടുകളിലും കിണറുകളിലും സമീപത്തെ തോട്ടിലും മാലിന്യം കൊണ്ടിടുന്നതായി നാട്ടുകാർ പറയുന്നു. അസഹനീയമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. തെരുവ് നായകളും കാട്ടുപന്നികളും മുള്ളൻ പന്നികളും പ്രദേശത്ത് പതിവായി എത്തുന്നു. ഏതാനും ദിവസം മുൻപാണ് കാപ്പിത്തോട്ടം തോടിന് സമീപത്തെ വീടിന് മുകളിലൂടെ 15ഓളം ചാക്കുകളിൽ അറവ് മാലിന്യം വലിച്ചെറിഞ്ഞത്. നമുക്ക് ഈ ശ്വസിച്ച് വയ്യ. തോടിലും ഈ മാലിന്യ വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുന്നത്. അതിന്റെ ഇറച്ചി വേസ്റ്റ് കാക്ക എടുത്ത് കിണ്ടിക്കൊണ്ടിടുകയും കുട്ടികൾക്ക് വെളിയിറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. വേസ്റ്റിന് നാട്ടങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ആകെ കൊണ്ട് വഴി പോലും റോഡിൽ പോലും കയറാനോ മുറ്റത്തിറങ്ങാനോ പറ്റുന്നില്ല. 10 ദിവസം കൊണ്ട് ശാമ്പ്രാണി തിരിയും കത്തിച്ചാണ് വീടിന്റെ അകത്താണ്. ജനലും വാതിലും ഒന്നും തുറക്കാറില്ല. പോത്തും ആടും എല്ലാം വെട്ടിയതെല്ലാം കൂടെ കൊണ്ട് ഒരു ലോഡ് സാധനം വരും. ഞാൻ അപ്പുറത്ത് വെട്ടണേ, എനിക്ക് ഒരാഴ്ച കൊണ്ട് വെട്ടാൻ വാങ്ങില്ല. കാര്യം റബ്ബറിന്റെ മൂട്ടിലാണ് ഇതെല്ലാം കൂടെ വാരി കൊണ്ട് തള്ളിയിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവരൊന്നും ഒരു നടപടിയില്ല. ഒരാഴ്ച മുൻപും ഇതേ സ്ഥലത്ത് വലിച്ചെറിഞ്ഞ മാലിന്യം നാട്ടുകാർ കുഴിച്ചുമൂടിയിരുന്നു. മാലിന്യമെറിയുന്നവരെ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ടുപിടിക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശമെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടുപന്നി ശല്യമുള്ളതിനാൽ രാത്രി നാട്ടുകാർക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ്. പ്രദേശത്ത് തെരുവ് വിളക്കോ വൈദ്യുതിയോ ഇല്ലാത്തതാണ് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായകരമാകുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പോത്തൻകോട്.
പാലക്കാട് മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 11 ലക്ഷം രൂപ ചെലവ് വരുന്ന ഉപകരണങ്ങളാണ് നൽകിയത്. ഭിന്നശേഷിക്കാർക്ക് അവരുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ ചെയ്യാനും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനും സഹായകമായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ 11.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ആശുപത്രിയിൽ നടന്ന പരിശോധന വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ നിർണയം നടത്തിയത്. ക്യാമ്പ് നടത്തി ഏതൊക്കെ ഉപകരണങ്ങളാണോ അവിടെ നിന്ന് നിശ്ചയിച്ചു തന്നത് ആ മുഴുവൻ ഉപകരണങ്ങളും ഇവിടെ വിതരണം ചെയ്യുന്നു എന്നറിഞ്ഞതിലാണ് സന്തോഷം. അതിന് പ്രത്യേകം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അതിനുവേണ്ട ഫണ്ട് വകയിരുത്തിയതിലും അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്ത ICDSനും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പ് നടത്തി കണ്ടെത്തിയ 50ഓളം പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച എല്ലാ സഹായ ഉപകരണങ്ങളും മുഴുവൻ പേർക്കും നൽകാനായി. വീൽചെയർ, എയർ ബെഡുകൾ, ഓട്ടിസം കിറ്റ്, ബ്രെയിലി ലാപ്ടോപ്പ്, വാക്കിംഗ് സ്റ്റിക്ക്, ഹിയറിംഗ് എയ്ഡ്, തെറാപ്പി ബോൾ എന്നിവയാണ് വിതരണം ചെയ്തത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. പാസ്പോർട്ട് ഡെലിവറിയുടെ മറവിലും സൈബർ തട്ടിപ്പ്. പാസ്പോർട്ടിന് അപേക്ഷിച്ച കോഴിക്കോട് വടകര ആയഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നാണ് പണം തട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് ഉംറയ്ക്ക് പോകാനായി ആയഞ്ചേരി സ്വദേശിനി പാസ്പോർട്ടിന് അപേക്ഷിച്ചത്. ഇതിന് പിന്നാലെയാണ് വീട്ടമ്മയ്ക്ക് ഹിന്ദിയിൽ സംസാരിക്കുന്നയാളുടെ ഫോൺ കോൾ വന്നത്. പാസ്പോർട്ട് സ്പീഡ് പോസ്റ്റായി അയച്ചിട്ടുണ്ടെന്നും 5 രൂപ ഗൂഗിൾ പേ ചെയ്യാനും ആവശ്യപ്പെട്ടു. സ്പീഡ് പോസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയാണ് ഫോൺ ചെയ്തത്. 5 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ വീണ്ടും വിളിച്ചു. അപ്പോൾ 500 രൂപ അയക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 200 രൂപ അയച്ചു നൽകി. എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടു. പിന്നാലെ പാസ്പോർട്ട് പോസ്റ്റ്മാൻ വീട്ടിലെത്തിച്ചു നൽകി. അപ്പോഴാണ് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലായത്. പാസ്പോർട്ട് ഡെലിവറി SMS ചോർത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് സൂചന. 200 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഇത്ര പൈസ, എന്തിനാ ഈ പൈസ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് സാധനം എത്തിച്ചു തരാം, അങ്ങനെയാണെങ്കിലൊരു 500 രൂപ തന്നാൽ പെട്ടെന്ന് സാധനം എത്തിച്ചു തരാമെന്നാണ്. 2 മണിക്കൂർ കൊണ്ട് സാധനം എത്തിച്ചു തരാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ടിന് ഇങ്ങനെ കാത്തിരിക്കുക. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഉംറേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ട്രാവൽസിൽ നിന്ന് അവരിങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് 500 രൂപ ഞാൻ തരില്ല, ഒരു 100 രൂപ വേണം തരാമെന്നാണ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് എന്നാൽ ഈ നിങ്ങൾ ഒരു 200 രൂപ തന്നാൽ 2 മണിക്കൂർ കൊണ്ട് സാധനം എത്തിച്ചു തരാമെന്നാണ്. ഇത് സംബന്ധിച്ച് സൈബർ സെൽ, NCRP, വടകര റൂറൽ SP തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വടകര. പാലക്കാട് മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളം നവീകരിക്കാൻ നടപടി. 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. കുളം നവീകരണം വഴി പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യവും ഉറപ്പുവരുത്താൻ കഴിയും. മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായിൽ നരസിംഹമൂർത്തി ക്ഷേത്രക്കുളമാണ് നവീകരിക്കുന്നത്. ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. ഏകദേശം 50 സെന്റ് സ്ഥലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 2 കുളക്കടവ്, നടപ്പാത നിർമ്മാണം, വീതി കൂട്ടൽ, ആഴം കൂട്ടൽ, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ നടപ്പിലാക്കും. ഭൂമി റീചാർജ് ചെയ്യാൻ കുളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കുളങ്ങളും പാടങ്ങളും ഇല്ലാതെയാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ വെള്ളം നിൽക്കാതിരിക്കുകയും കിണറുകളിലൊന്നും വെള്ളം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വരൾച്ചയുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ കുളങ്ങൾ നവീകരിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1, ആ കുളങ്ങളെ സംരക്ഷിച്ചു നിർത്തുക. 2, നിലവിൽ ഭൂമിയെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന പരമാവധി കുളങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. പഞ്ചായത്തിലെ 10 കുളങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിൽ 2 എണ്ണം പൂർത്തിയായി. ദീർഘകാലമായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. പ്രദേശത്തെ 15 ഹെക്ടറിൽ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യം ഉറപ്പുവരുത്തുന്നതിനും ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനും പദ്ധതി ഗുണം ചെയ്യും. കൂടാതെ പ്രദേശത്തെ ജലവിധാനം ഉയർത്തുന്നതിനും വരൾച്ചയെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിനും കുളം നവീകരണം സഹായകരമാകും. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ
ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും സപ്തഭാഷ സംഗമഭൂമി തേജസ്വിനിയുടെ തീരം പള്ളിയോടങ്ങളുടെ നാട് കഥകളി പിറന്ന നാട് ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KV ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി